ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു പുസ് ഗെയിമിൻ്റെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളത് CPMൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. വേറെ ഒന്നുമില്ല, നമ്മളിന്ന് വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയാണ്. നമ്മുടെ ഒരു കാറും കയറും നമ്മളൊരു വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളൊരു കിട്ടിലും വർക്കൊക്കെ ചെയ്ത കാറ്. അത് അത്യാവശ്യം നമ്മൾ ഓഫ് റോഡൊക്കെ ചെയ്ത് അത്യാവശ്യം എഞ്ചിനൊക്കെ ട്യൂൺ ചെയ്ത വണ്ടിയാണ് ഓഫ് റോഡിന് കൊണ്ടുപോകാൻ പറ്റിയത്. നമ്മൾ നല്ല രീതിക്ക് വർക്ക് ചെയ്ത് ഇറക്കിയിട്ട് ഇങ്ങനെ ഷോക്കി കൊണ്ടുവരാമെന്ന് വിചാരിച്ചത്. പക്ഷേ നമ്മൾ ഓഫ് റോഡിനും കൂടി ആക്കി, വർക്കും അതിലോട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഓഫ് റോഡ് കൊണ്ടുപോകാനും പറ്റിയൊരു വണ്ടി ആക്കിയിട്ടുണ്ട്. സംഭവം ഒരു സെഡാൻ കാറാണ്, ഒരു മസിൽ കാർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. നമ്മൾ മസ്താങ്കാണ്, ഒരു പഴയ മസ്താങ്കാണ്. അപ്പോൾ ഇപ്പം അതേ നമ്മളെ വീട്ടിൽ ഈ ഒരു ബെൻസാണ് കിടക്കുന്നത്. ബെൻസ് ഈ ഒരു കളർ അടിച്ചിട്ട് നമ്മൾ ഒരു സ്റ്റിക്കറൊക്കെ അടിച്ചിട്ടുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ചെയ്യാട്ടോ. ഈ ഒരു സ്റ്റിക്കറാണ് നമ്മൾ അടിച്ചേക്കണത്. അപ്പോൾ ഈ ഒരു ബെൻസ് നമുക്ക് മനസ്സിലായിട്ടുണ്ടാകും. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു വീട് വാങ്ങിച്ചിട്ട് നമ്മൾ ഈ ഒരു വീട് ഫുള്ളായിട്ട് കാണിച്ചു തന്നപ്പോൾ എനിക്ക് കാണിച്ചു തന്ന ഒരു ബെൻസാണ് ഈ ഒരു ബെൻസ്. അടിപൊളി വണ്ടിയാണത്. നമ്മൾ വീറ്റ് എഞ്ചിനൊക്കെയാണ് ട്യൂൺ ചെയ്ത് വെച്ചേക്കണത്. പെട വണ്ടിയാണ്. അപ്പോൾ ഈ ഒരു വണ്ടിയും കൊണ്ട് നമുക്ക് കത്തിച്ച് പറഞ്ഞാൽ നമ്മളെ ആ ഒരു മെയിൻ സിറ്റിയിലാണ് ഈ ഒരു നമ്മളെ വണ്ടിയും കയറിൽ നമ്മൾ കൊടുത്തേക്കണത്. ഓക്കെ, ഇത് നമുക്ക് മാർക്ക് ചെയ്യാം. വണ്ടിക്ക് സംഭവം പറ്റുക വെച്ചാൽ ഒരു കയറ്റമുണ്ട്, ഒരു റേസാണ്. കുറേ വണ്ടികളുണ്ടാവും. ആ ഒരു വണ്ടികൾ ഒരു സ്ഥലം അവർ തരും. അവിടെ നമ്മൾ അടിപൊളിയായിട്ട് പറയുന്ന ടൈമിൽ നമുക്ക് കയറി എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രൈസ്, വേറെ ഒരു ടാസ്ക് വരും, വേറൊരു സ്ഥലം. അപ്പോൾ ആ ഒരു ടാസ്ക് നമ്മൾ ലാസ്റ്റ് വരെ എത്തി. പക്ഷേ ലാസ്റ്റ് കുറച്ച് ഹാർഡായിരുന്നു. ആ ഒരു ഭാഗത്തെത്തിയപ്പോൾ ഒരു പൊക്കമായിരുന്നു. പൊക്കത്തേക്ക് എത്തി. സാധാരണ ഒരു വണ്ടി എത്തൂല, പക്ഷേ എത്തിയിട്ട് ഒരു വണ്ടി പെട്ടെന്ന് മറിഞ്ഞ്, കൺട്രോൾ ഇട്ടാണ്ട് മറിഞ്ഞ് ആ ഒരു വണ്ടി വീണ. അതിൻ്റെ എൻജിൻ വലിയ പണി വന്നില്ല, അതിൻ്റെ ബോഡിക്ക് നല്ല രീതിക്ക് പണി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ബോഡി ഭാഗങ്ങൾ നിറച്ച് പണിയായിരുന്നു. പിന്നെ അത് കുറച്ച് വിൻറ്റേജ് വണ്ടിയാണ്, പഴയ ടൈപ്പ് വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ പാർട്സ് ഇട്ടാൽ കുറച്ച് പണി, എൻജിൻ മെക്കാനിക്കലായിട്ട് കുറച്ച് നല്ല രീതിക്ക് പണി വന്നു. അതിൻ്റെ ഷോക്ക് അബ്സറും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടിപൊളി ഷോക്കപ്പൊക്കെ നമ്മൾ വെച്ചേക്കണം. അപ്പോൾ അതൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പോൾ എന്തായാലും അത് ശരിയാക്കാൻ കൊടുത്തിട്ടുണ്ട് നമ്മളെ സിറ്റിയിലൊരു ഗ്യാരേജിൽ. അവിടെയാണ് നമ്മൾ സ്ഥിരമായിട്ട് കൊടുക്കാറ്. എല്ലാം വേണ്ടി അടിപൊളിയായിട്ട് ചെയ്യും. ഓക്കെ, അപ്പം എന്തായാലും ഇപ്പം ഓക്കെ ഇത്രയും റോങ് വേയിലായിരുന്നു പോയിരുന്നത്. നമുക്ക് എന്തായാലും 1 വേ കയറി പിടിക്കാം. ഏതായാലും കുഴപ്പമില്ല. 1 വേ കയറി നമുക്ക് സിറ്റി 1 പോകണം. അപ്പോൾ ഈ ഒരു വണ്ടി ഓടിക്കാൻ പിന്നെ നല്ല രസമാണ് കേട്ടോ. അടിപൊളിയാണ് ഈ ഒരു വണ്ടി ഓടിക്കാൻ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നേരെ നമ്മുടെ സിറ്റിയിലെ ഗ്യാരേജിൽ കത്തിച്ച് വിടാം. ഓക്കെ ഗൈസ്, അപ്പം നമ്മളിത് സിറ്റിയിലെ ഒരു കാർ ഗാരേജിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമ്മുടെ ഒരു മെക്കാനിക് ഷോപ്പിന് കിടക്കുക. അപ്പോൾ ഇവിടെയാണ് നമ്മളെ കൊടുത്തേക്കണത്. നമ്മൾ ഷോർട്ട് കട്ടൊക്കെ പിടിച്ചാൽ പെട്ടെന്ന് വന്ന് ഇവിടെ ആയ കാണില്ല. നമുക്ക് വണ്ടി ജസ്റ്റ് ഒന്ന് സൈഡാക്കിയിട്ട് വിളിച്ചു നോക്കാം കേട്ടോ. ആരും കാണണം. എന്തായാലും ഒരു ഉച്ച സമയമായിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ അവർ ഫുഡ് ചെയ്യാൻ പോയിട്ടുണ്ടാവും. നമുക്ക് വണ്ടി ജസ്റ്റ് ഒന്ന് പാർക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ ഈ ഒരു സിറ്റിയിൽ പോലീസ് സ്റ്റേഷനുള്ള കാരണം നമുക്ക് ചിലപ്പോൾ ഫൈൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. നമ്മളെ വണ്ടി നല്ല രീതിയിൽ വർക്ക് ചെയ്താൽ അത് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. നമുക്ക് ഇവിടെ വിളിച്ചു വയ്ക്കാം. ഇതൊക്കെ വിളിച്ചപ്പോൾ പറഞ്ഞാൽ നമ്മളെ വണ്ടി ഇവിടെ ഒരു കണ്ടെയ്നറിൻ്റെ ബാക്കിലായിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അതെങ്ങനെ ഇടണമെന്ന് വെച്ചാൽ സ്റ്റിക്കർ വർക്ക് ചെയ്ത വണ്ടി നല്ല രീതിക്ക് അവർ പിടിക്കും, ഫൈനും കാര്യം വരും. അതാണ് നമ്മൾ നേരത്തെ നമ്മളെ ബെൻസും കാര്യമെല്ലാം അവിടെ ഇട്ടിട്ട് ഇനി പോലീസ് കണ്ട സീനാണ് വിചാരിച്ചത്. എന്നാൽ ആൾക്കാർ അവിടെ കിടക്കട്ടെ, ഒന്നും പറ്റത്തില്ലെന്ന് തോന്നണം. ഇവിടെ ഒക്കെ നമ്മളെ വണ്ടി കണ്ടിട്ടാ. ഇവിടെ ആ ഒരു വണ്ടി നമുക്ക് എടുത്തിട്ട് പോവാം, പെട്ടെന്ന് എടുക്കാം. ഇവിടെ പോലീസും കാര്യമൊന്നും കാണിക്കാൻ ഇങ്ങനെ ഇട്ടാണ്. കാരണം മോഡിഫിക്കേഷനും കാര്യം ഫൈൻ കിട്ടും കേസ്, അതാണ് പ്രശ്നം. ഓക്കെ, എൻ്റെ മോനെ പെടാക്കി തന്നിട്ടുണ്ട്. ഇങ്ങനെ ഒന്നും ആയിരുന്നില്ല, ഇടിച്ച് പൊളിച്ച് കിടക്കുകയായിരുന്നു നമ്മളെ വണ്ടി. ഓക്കെ, നമുക്ക് എന്തായാലും ഒരു വണ്ടി എടുത്തുകൊണ്ട് പോവാം കേട്ടോ. നമ്മളെ എൻജിന് കായലൊന്നും പ്രശ്നമില്ലാണ്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എൻജിന് വലിയ പ്രശ്നം പറ്റിയില്ല. ആ ഒരു ബോഡി ഫ്രണ്ട് ഭാഗമാണ് ഫുള്ളായിട്ട് പോയത്. അതായത് എൻജിന്മേ ചിലപ്പോൾ ബാധിച്ചിട്ടുണ്ടാകും. കാരണം എൻജിനുള്ള ഭാഗമായതുകൊണ്ട് ചിലപ്പോൾ ഒരു എൻജിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവും. അതിന് നമുക്ക് ബാക്ക് എടുത്തിട്ട് നൈസായിട്ട് പോയി. ഇതാണ് നമ്മൾ പറഞ്ഞ മസ്താങ്ക്, ഒരു മസിൽ കാറാണ് ഈ ഒരു വണ്ടി. പെട വണ്ടിയാണ്, അടിപൊളി വണ്ടി എന്ന് പറഞ്ഞാൽ അടിപൊളി വണ്ടി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ ഒരു ബെൻസാണ് ആ ഒരു മാഡ് മാക്സ് എന്നൊക്കെ പറഞ്ഞ് വണ്ടി സെറ്റാക്കണം. പക്ഷേ എനിക്ക് ബെൻസ് മാഡ് മാക്സ് ആക്കിയിട്ട് ഒരു സുഖം കിട്ടിയില്ല. ഈ ഒരു മാഡ് മാക്സ് എന്ന് പറഞ്ഞാൽ ഒരു വേറൊരു ടൈപ്പാണ്. നമ്മളെ റിയൽ മാഡ് മാക്സ് അത് കണ്ടിട്ട് നമ്മൾ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കൊരു ഐഡിയ വന്നപ്പോൾ ഇങ്ങനെ സെറ്റാക്കിയാണ്.
അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യട്ടെ ഗൈസ്. ഓക്കെ, നമുക്ക് ഇവിടെ നിർത്തിയിട്ട് വണ്ടിയുടെ ഭംഗിയൊന്നും നോക്കാം ഗൈസ്, അടിപൊളി ആയിട്ടുണ്ടോ എന്നൊക്കെ. എന്തായാലും നമുക്കൊരു കോൾ എടുത്ത് നോക്കാം. ഈ സമയം എടുത്ത് നോക്കിയാൽ നമ്മുടെ അടുത്ത് പറഞ്ഞു വെച്ചാൽ നമ്മുടെ സിറ്റി 1-ലത്തെ ആ ഒരു പോലീസ് സ്റ്റേഷനിലോട്ട് വരാനാണ് പറഞ്ഞേക്കണത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു പറഞ്ഞേക്കണത് നമ്മൾ അതായത് ഭയങ്കരമായിട്ട് മോഡിഫിക്കേഷൻ കാര്യം ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞേക്കണത് നമ്മളുടെ അടുത്ത്, വണ്ടിയും കാര്യങ്ങളും. എന്താണ് സംഭവം ഒരു പിടിയില്ല കേട്ടോ. മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ടെന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞേക്കണത്. അത് കാരണം ഒരു 50,000 രൂപ നമ്മൾ ഫൈൻ അടക്കേണ്ടി വരും എന്നാണ് പറയണത്. പക്ഷേ ഇപ്പം എന്ത് ചെയ്യുന്നില്ല അറിയത്തില്ല. നമുക്കെന്തായാലും 50,000 കുഴപ്പമില്ല, വണ്ടി ഒന്ന് പിടിച്ചാൽ കണ്ടിരുന്നാൽ മതി. എന്തായാലും പൈസയും കാരണം കൊടുക്കാം, സീനൊന്നുമില്ല. അതിന് ഇവിടെ പതുക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ഇവിടെ പാർക്ക് ഓക്കെ, അവിടെ പാർക്ക് ചെയ്യാം, റിവേഴ്സ് ഇട്ടിട്ട് പാർക്ക് ചെയ്യാം. ചെറുത്തിട്ട് ഓക്കെ റിവേഴ്സ് ഇട്ടിട്ടുണ്ട്. എക്സോസ്റ്റാണ് എക്സോസ്റ്റാണ്. എന്തായാലും ഫൈൻ നല്ല രീതിക്ക് 50,000 തന്നെയാണ് തന്നേക്കണത് അവന്മാർ. നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അതിനെ കാണില്ല. നമുക്കൊന്ന് ഫോണെടുത്ത് വിളിച്ചു നോക്കട്ടെ ഗൈസ്. ഓക്കെ, ജസ്റ്റ് ഫോണെടുത്ത് വിളിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞാൽ വെച്ചാൽ ഉള്ളിൽ ഒരു സ്കാനർ ഉണ്ട്. ആ ഒരു സ്കാനറിൽ സ്കാൻ ചെയ്ത് 50,000 നമ്മുടെ അടുത്ത് അക്കൗണ്ടിലേക്ക് വിഡ്രോ ആക്കാൻ നമുക്ക് ചെയ്യാനാണ് പറഞ്ഞേക്കണത്. 50,000 രൂപ നമുക്ക് അവിടെ ഓക്കെ, ഇവിടെ ആണ് സ്കാനർ. നമുക്കെന്തെങ്കിലും സ്കാൻ ചെയ്യാം, ഫോൺ എടുത്തിട്ട് സ്കാൻ ചെയ്യാം. ഇത് നമ്മൾ സ്കാൻ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പം എന്തായാലും നമുക്ക് പുറത്തോട്ട് ഇവിടെ ആരെയും കാണുന്നില്ല കേട്ടോ. എന്താണെന്ന് അറിയില്ല. ഇത് നമുക്ക് കോൾ വന്നിട്ട് എടുത്ത് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ എടുത്ത് നോക്കിയപ്പോൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ വണ്ടി ഇവിടെ ഇടാൻ പറ്റത്തുള്ളൂ. അതായത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പൈസയും കാരണം അടച്ചില്ല. എന്തുകൊണ്ടാണ് വണ്ടി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഒന്നാമത് ഓവർ സ്പീഡാണ്, അതുപോലെ തന്നെ നല്ല രീതിക്ക് ഹൈലി മോഡിഫൈഡുമാണ്. അതുകൊണ്ട് തന്നെ വണ്ടി ഇവിടെ ഇടണം, കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്നൊക്കെ കേസ് പറഞ്ഞത്. എൻ്റെ മോനെ, അപ്പോൾ നമ്മൾ വിചാരിച്ചുള്ളൂ വണ്ടി ഇവിടെ പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നറിയില്ല. വണ്ടി ചിലപ്പോൾ ഇനി കിട്ടാനും സാധ്യതയില്ല കേസ്. ഓക്കെ, എൻ്റെ മോൻ ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത പാർട്ടി നമുക്ക് നോക്കാം എന്താ സംഭവിക്കാമെന്ന്.